يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇന്നലെ നമ്മൾ തഫ്സീറാണ് പറഞ്ഞത്. അള്ളാഹു ഇറക്കിക്കൊടുത്ത പരിശുദ്ധ ഖുർആനിൽ സംശയമുണ്ടെങ്കിൽ അതുപോലോത്തതിൽ നിന്നും ഒരു ചെറിയ സൂറത്ത് നിങ്ങൾ കൊണ്ടുവാ എന്ന് അള്ളാഹു വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആരെയും കൂട്ടാം. നിങ്ങൾ അറബികളാണ്, സാഹിത്യകാരന്മാരാണ്, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒന്ന് കൊണ്ടുവാ. അള്ളാഹുവിൻ്റെ കലാമ് അല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി പടച്ചുണ്ടാക്കിയതാണെന്നാണല്ലോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കതിന് സാധിച്ചില്ല. നമ്മൾ ഇന്നലെ വിശദീകരിച്ചു. അവർക്കൊരിക്കലും സാധിക്കുകയുമില്ല. എന്നാൽ അവർ ചെയ്യേണ്ടത് എന്താണ്? നരകം, ജനങ്ങളും കല്ലുകളും ഒക്കെ കത്തി എരിയുന്ന ആ നരകം എന്ത് ചെയ്യണം? നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അത് കാഫിരീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാഫിറുകളുടെ ഈ തോന്നിവാസം പറഞ്ഞപ്പോൾ അതിനുശേഷം മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സന്തോഷം അറിയിക്കുന്ന കാര്യം കൂടി പറയുകയാണ്. മുഅ്മിനീങ്ങൾക്ക് എന്താണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്? വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നവരുമായ മുസ്ലിമീങ്ങളായ ആളുകളെ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. സ്വർഗം, അതിൽ നല്ല പുഴകളുണ്ട്, തെളിഞ്ഞ വെള്ളമുള്ള പുഴകളുണ്ട്. നിങ്ങൾക്ക് നല്ല പഴങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ലഭിക്കും. അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നിങ്ങൾ പറയും, ഞങ്ങൾക്ക് നേരത്തെ തന്ന ഭക്ഷണമാണല്ലോ ഇത്. അപ്പം സ്വർഗത്തിൽ ഓരോ ഭക്ഷണവും കാണുമ്പോഴും നമുക്ക് ബാഹ്യമായി അനുഭവപ്പെടുമ്പോഴും അത് ഒരേപോലെ തോന്നുമെങ്കിലും അതിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും. കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടേസ്റ്റ് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് തോന്നും ഇത് നേരത്തെ ഭക്ഷിച്ചത് തന്നെയാണല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പിന്നെ അവർക്ക് അവിടെ നിങ്ങൾക്ക് മുഅ്മിനീങ്ങളായ സൽക്കർമ്മങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നവരായ ആളുകളെ, നിങ്ങൾക്ക് സംശുദ്ധരായ ഭാര്യമാർ, ഇണകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അവിടെ ശാശ്വതരായിരിക്കും എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോവാണ്. അതിൻ്റെ ആശയം ഞാനൊന്ന് ആദ്യം പറയാം. പരിശുദ്ധ ഖുർആനിൽ കുറെ ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ മുതൽ ചെറിയ കാര്യങ്ങൾ വരെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഖുർആനിൽ വലൈക്കുസ്സലാം ഖുർആനിൽ ഈച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എട്ടുകാലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഹൂദികൾ, ജൂതന്മാർ പറഞ്ഞു, എന്തായിരിക്കും അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? ഇത്തരം വില കുറഞ്ഞ നികൃഷ്ടമായ ജീവികളെ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നവർ ചോദിക്കുകയാണ്. അതായത് ഖുർആനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് അവർ പറയാണ്, വലിയ ഖുർആനാണ്, അതിൽ പറയുന്ന വിഷയങ്ങൾ ഈച്ചയെക്കുറിച്ചും എട്ടുകാലിയെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത് എന്നവർ അവരുടെ മറ്റൊരു തന്ത്രം, ഇതിനെതിരെയുള്ള കുതന്ത്രം പ്രയോഗിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുകയില്ല. എന്തിന്? ഉപമ പറയൽ അള്ളാഹുവിന് ഒരു മടിയുമില്ല. എന്ത് വസ്തുവിനെയും അള്ളാഹു ഉപമ പറയും. അത് മൂട്ടയാവട്ടെ, ചെള്ളാവട്ടെ, എന്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപമ പറയും. ആ ഉപമ പറയുന്നതിന് അതിനെന്തില്ല, ഒരു മടിയും അള്ളാഹുവിനിക്കില്ല. ചിലപ്പോൾ വളരെ ചെറുത് പറയും, വലുതും പറയും. പക്ഷെ അവിടെ വിശ്വസിച്ചവരായ ആളുകൾ അവർ മനസ്സിലാക്കും, അവർ ഉറപ്പിക്കും, അള്ളാഹു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹക്ക് തന്നെയാണ്, ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് വന്നതാണ്, ഞങ്ങളതൊക്കെ അംഗീകരിക്കുന്നു, ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നു, ഞങ്ങൾ അതുകൊണ്ട് അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് വിശ്വസിച്ച ജനങ്ങൾ പറയും. മറ്റൊരു പറയും, കാഫിറുകളായ ആളുകൾ പറയും, അള്ളാഹു എന്താണ് ഇപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? ഇത്ര നിസാരമായ വസ്തുക്കളെ കൊണ്ട് പറഞ്ഞ് ഞങ്ങൾക്കതൊന്ന് അംഗീകരിക്കാൻ പ്രയാസമാണ് എന്ന രൂപത്തിൽ കാഫിറുകളും പറയും. അപ്പോൾ അതിന് മറുപടി പറയാം. ഈ പറയപ്പെടുന്ന പരാമർശങ്ങൾ കൊണ്ട്, ഉപമകൾ കൊണ്ട് ഒരുപാട് ആളുകൾ പിഴച്ചു പോവുകയും ഒരുപാട് ആളുകൾ ഇത് അംഗീകരിച്ചുകൊണ്ട് സന്മാർഗത്തിലാവുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഫാസിഖീങ്ങൾ അല്ലാതെ ഇതുകൊണ്ട് പിഴക്കുകയില്ല. ഫാസിഖീങ്ങൾ മാത്രമേ, തെമ്മാടികളായ കാഫിറുകളായ തെമ്മാടികളായ ആളുകൾ മാത്രമേ അത് കൊണ്ട് പിഴക്കുകയുള്ളൂ എന്ന് അള്ളാഹു പറയുകയാണ്. ഓക്കെ, നോക്കാം. വനസല, ശേഷം പറയാൻ പോകുന്ന ആയത്ത് ഇറങ്ങി. റദ്ദൻ, തള്ളിക്കൊണ്ടിറങ്ങിയതാണ്. ലിഖൗലിൽ യഹൂദി, യഹൂദികളുടെ വാക്കിനെ തള്ളിക്കൊണ്ട് ഇറങ്ങിയതാണ്, തള്ളാൻ വേണ്ടി ഇറങ്ങി. എപ്പോഴാണ് യഹൂദികൾ പറഞ്ഞത്? ലമ്മാ ലറബല്ലാഹു, അള്ളാഹു ഉദാഹരണം പറഞ്ഞപ്പോൾ, അൽ മസല, ഒരു ഉപമയെ അള്ളാഹു ഉപമയാക്കിയപ്പോൾ, ബിദ്ദുബാബി, ഈച്ച കൊണ്ട്, ഫി ഖൗലിഹി തആല വഇൻ യസ്ലുബുഹും
അദ്ദുബാബു ഷൈഅൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈച്ചയെ ഉദാഹരിച്ചു. അതുപോലെ വൽ അൻകബൂത്തി, എട്ടുകാലിയെ കൊണ്ടും ഉദാഹരണം പറഞ്ഞു. ഫി ഖൗലിഹി, അല്ലാഹുവിൻ്റെ വാക്കിൽ, കമസലിൽ അൻകബൂത്ത്, അൻകബൂത്തിന്റെ ഉപമ പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ അല്ലാഹു സ്ക്രീൻ ഷെയർ ഇല്ല, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ, കാണുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം. നസല വ നസല, ശേഷം പറയാൻ പോകുന്ന ആയത്ത് ഇറങ്ങി. റദ്ദൻ, തള്ളിക്കൊണ്ട്. ലി ഖൗലിൽ യഹൂദി, യഹൂദികളുടെ വാക്കിനെ തള്ളിക്കൊണ്ടാണ് ഇനി പറയാൻ പോകുന്ന ആയത്ത് ഇറങ്ങുന്നത്. എപ്പോഴാണ് അവർ കൗല് പറഞ്ഞത്? ലമ്മാ ദറബല്ലാഹു, അല്ലാഹു ആക്കിയപ്പോൾ, അൽ മസല, ഉപമയെ, ബിദ്ദുബാബി, ഈച്ചയെ കൊണ്ടുള്ള ഒരു ഉപമയെ അല്ലാഹു ആക്കി. ഫി കൗലി, അല്ലാഹുവിൻ്റെ കൗലിൽ, ഒരു ആയത്ത് മറ്റൊരു ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ യസ്ലുബുഹും അദ്ദുബാബു ഷൈഅൻ എന്നിടത്ത് ദുബാബ്, ഈച്ച എന്ന് അല്ലാഹു പ്രയോഗിച്ചു. അതുപോലെ വൽ അൻകബൂത്തി, അൻകബൂത്ത് കൊണ്ടും, എട്ടുകാലി, സ്പൈഡർ. അപ്പോൾ ഫി കൗലി, അതെവിടെ? കമസലിൽ അൻകബൂത്ത്, അൻകബൂത്ത് എന്ന, കമസലിൽ അൻകബൂത്ത് എന്ന ഭാഗത്ത് അള്ളാഹുവിൻ്റെ വാക്കിൽ അൻകബൂത്തിനെയും അതുപോലെ ദുബാബിനെയും അള്ളാഹു ഉദാഹരിച്ചപ്പോൾ യഹൂദികൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? മാ അറാദല്ലാഹു, അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത്? ബിദിക്രി ഹാദിഹിൽ അഷിയാഇൽ ഖസീസത്തി, ഈ നിസ്സാരമായ വസ്തുക്കളെ കൊണ്ട്, നിസ്സാരമായ ഇത്തരം കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നവർ ചോദിച്ചു. അത് നിസ്സാരപ്പെടുത്താൻ വേണ്ടി ചോദിക്കുകയാണ്, അല്ലാതെ അവരിപ്പോൾ ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യമല്ല. അവർ ചോദിക്കുകയാണ്. അതുകൊണ്ടൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ള ഒരു നല്ല മാന്യമായ രൂപത്തിലുള്ള ഒരു ചോദ്യമാണെങ്കിൽ അതിന് മറുപടി കൊടുക്കും. പക്ഷെ അവർ കളിയാക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഫ അൻസലല്ലാഹു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി ഇനി പറയാൻ പോകുന്ന ആയത്ത് നോക്കാം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല, ലാ യസ്തഹ്യി, അവൻ ലജ്ജിക്കുന്നില്ല, അൻ യദ്രിബ, യജ്അല, ആക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല, മസലൻ, ഉപമ, ഉപമയെ ആക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല. അപ്പൊ യജ്അല, യദ്രിബ എന്ന് പറഞ്ഞാൽ ആക്കുക എന്നർത്ഥം. യജ്അല മസലൻ എന്നത് മഫ്ഊലുൻ അവ്വൽ, ഒന്നാമത്തെ മഫ്ഊലാണ്. രണ്ട് മഫ്ഊൽ ഉണ്ടാവും, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാവും. ആക്കുക എന്ന് പറയുമ്പോൾ അതിനെ മറ്റൊന്നാക്കുക എന്നല്ലേ പറയാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ വാഹനത്തിനെ മോഡിഫൈ ചെയ്ത് മറ്റൊരു രൂപത്തിലാക്കി. അപ്പം രണ്ട് മഫ്ഊൽ ഉണ്ടാകും, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാകും. അതേപോലെ ഇവിടെ ഉപമയെ അള്ളാഹു ആക്കുന്നത് ലജ്ജിക്കുന്നില്ല. മാ മഫ്ഊലുൻ സാനിൻ, രണ്ടാമത്തെ മഫ്ഊലാണ് അത്. ആ രണ്ടാമത്തെ മാ എന്നത്, അതായത് അയ്യ മസലിൻ കാന, ഏത് മസലും ആവട്ടെ, അള്ളാഹു ഒരു ഉപമ ഏതൊന്നിനെയും ആക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നില്ല. ബഊലത്തൻ, അത് കൊതുകാവട്ടെ. മുഫ്രദ് അൽ ബഊൽ, ബഊൽ എന്നുള്ളതിൻ്റെ മുഫ്രദാണ്. വഹുവ സിഹാറുൽ ബക്ക്, അത് ചെറിയ ഒരു എന്താണ്, ചെള്ള് ആണ്. ചെള്ള് രക്തം വലിച്ചു കുടിക്കുമല്ലോ, അതുപോലെ ആ ഗണത്തിൽപ്പെടുന്ന ഒരു ചെറിയൊരു ജീവിയാണ്. അത് മൂട്ടാന്നൊക്കെ പറയാം, നമുക്ക് കൊതുകെന്നും പറയാം, ചോര കുടിക്കുന്ന ജീവിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമയെ എന്തൊരു വസ്തുവാക്കാനും അല്ലാഹു ലജ്ജിക്കുന്നില്ല, എന്തും പറയും. ഫമാ ഫൗഖഹ ഐ അക്ബറ മിൻഹ, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ളത്, ഏറ്റവും ചെറിയ ഒരു നിസ്സാരമായ ഒരു ജീവിയാണ് കൊതുക് എന്ന് പറഞ്ഞത്.
അല്ലെങ്കിൽ അതിനും മുകളിലുള്ളതോ. ഐ ലാ യതുറുക്കു, അള്ളാഹു ഉപേക്ഷിക്കുകയില്ല, ബയാനഹു, അതിൻ്റെ വിശദീകരണം. കാരണം ലിമാ ഫീഹി മിനൽ ഹുക്മി, അതിൽ മത നിയമങ്ങളുണ്ട്, മതവിധികളുണ്ട്, നമുക്കൊക്കെ പരിചയപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വസ്തുവിനെയും ഉപമയാക്കാൻ അവനക്ക് യാതൊരു ലജ്ജയും ഇല്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതാരൊന്നും പറയാത്ത? ആ, അപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നീ ഒന്ന് പോവാൻ പറയും. അതേപോലെ നമ്മളെന്തെങ്കിലും കാര്യമായിട്ട് പറയുന്ന സമയത്ത് എൻ്റെ ഒരു സംസാരം കാര്യമായിട്ട് പറയാത്രേ ഇങ്ങനെ പരിഹസിക്കുന്ന ആളോട് നമ്മളെന്താ പറയുക? നീ നിൻ്റെ പാട്ടിന് പോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. നീ നിൻ്റെ വൈക്ക് പോക്കോ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇഷ്ടമുള്ളത്. അതേപോലെയാണ് ഇവിടെ പ്രതികരിച്ചത്. യഹൂദികൾ പറഞ്ഞു, എന്ത് സംസാരമാണിത്, അയ്യയ്യേ, നിസ്സാരമായ ഈച്ച, കൊതുക്, ഇതൊക്കെയാണോ പറയുന്നത്? ദൈവഗ്രന്ഥത്തിൽ ഈ ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് ഏറ്റവും വലിയ ശത്രുക്കളാണ്. നമുക്കറിയാലോ, ഏറ്റവും വലിയ ശത്രുക്കളാണ്. വളരെ കുറവാണെങ്കിലും പക്ഷെ അവരുടെ ശത്രുത വലുതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളങ്ങനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഇവരോട് അള്ളാഹ് പറയണം, എനിക്കൊരു മടിയില്ല ഇങ്ങനെ പറയാം, നിങ്ങളുടെ വഴിക്ക് പോയിക്കോ. ഏത് വസ്തുവിനെയും അതിലെന്തെങ്കിലും ഒരു വിധി, എന്തെങ്കിലും ഒരു ഉപകാരം ആ പറയുന്നതിലൂടെ അള്ളാഹു നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് നൽകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഓക്കെ. فَأَمَّا الَّذِينَ آمَنُوا فَيَعْلَمُونَ أَنَّهُ الْحَقُّ مِنْ رَبِّهِمْ. فَأَمَّا الَّذِينَ, അപ്പോൾ ഒരു വിഭാഗം ആളുകൾ, ആമനു, അവർ വിശ്വസിച്ചിരിക്കുന്നു, വിശ്വാസം കൈക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ, ഫയഅലമൂന, അവർ ഉറപ്പിക്കുന്നു, അന്നഹു അയിൽ മസല, ആ ഉപമ, അള്ളാഹു അവതരിപ്പിച്ച ഉപമ, അൽ ഹഖു, അത് ഹക്കാണ്, അസ്സാബിത്തു, സ്ഥിരപ്പെട്ടതാണ്, അൽ വാക്കിഉ മൗക്കിഅഹു, സ്ഥാനത്ത് സംഭവിച്ചതാണ്, അസ്ഥാനത്ത് സംഭവിച്ചതല്ല, സ്ഥാനത്ത് പറഞ്ഞത് തന്നെയാണ്. അത് വേണ്ട സ്ഥലത്ത് തന്നെയാണ് അള്ളാഹു അത് ഉപയോഗിച്ചത് എന്ന് ഈമാനുള്ള ആളുകൾ അംഗീകരിക്കും, ഉറപ്പിക്കും. വഅമ്മല്ലദീന കഫറു, കാഫിറുകളായ ആളുകൾ, ഫയഖൂലൂന, അവർ പറയും, അവരുറപ്പിക്കൂല, അവർ തൊള്ള കൊണ്ട് ഇങ്ങനെ പറയും, മാദാ അറാദല്ലാഹു, എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത്, ബിഹാദാ മസലൻ, ഇതിനെ ഉപമയാക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നവർ പറയും, അവർ ചോദിക്കും. അയ്യു ഫായിദത്തിൻ ഫീഹി, എന്തൊരു നേട്ടമാണ് ഇങ്ങനെ പറയുന്നതിലുള്ളത്, എന്ത് നേട്ടാണുള്ളത് എന്ന് ചോദിക്കും. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഫീ ജവാബിഹിം, അവരുടെ മറുപടിയിൽ, അവർക്കുള്ള മറുപടിയിൽ അല്ലാഹു പറയുന്നു, എന്തു പറയുന്നു, യുദില്ലു ബിഹി ഐ ബിഹാദൽ മസൽ, ഈ ഉപമ കൊണ്ട് അല്ലാഹു പിഴപ്പിച്ചിരിക്കുന്നു, കസീറൻ, ഒരുപാട് പേരെ, അനിൽ ഹഖി, ഹഖിനെ തൊട്ട്, യാഥാർത്ഥ്യത്തെ തൊട്ട് അല്ലാഹു ഒരുപാട് പേരെ പിഴപ്പിച്ചിരിക്കുന്നു. എന്താ അവരെ പിഴപ്പിക്കാൻ കാരണം, ലികുഫ്രിഹിം ബിഹി, ഇതിനെ അവർ നിഷേധിച്ച കാരണത്തിനു വേണ്ടി, ഇതിനെ നിഷേധിച്ച കാരണത്തിനു വേണ്ടി അവർ പിഴപ്പിച്ച്, അള്ളാഹു അവരെ
പഴപ്പിച്ചിരിക്കുന്നു. വയഹ്ദീ ബിഹി, ഇതുകൊണ്ട് അള്ളാഹു സന്മാർഗത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു. കസീറൻ, ഒരുപാട് പേരെ, മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന്. അതെന്താ അവരെ സന്മാർഗത്തിലാക്കാൻ കാരണം? ലിതസ്ദീഖിഹിം ബിഹി, അവർ ഇതിനെ അംഗീകരിച്ചതിനു വേണ്ടി, സത്യമാണെന്ന് പറഞ്ഞതിന് വേണ്ടി. വമാ യുദില്ലു ബിഹി, ഇതുകൊണ്ട് അല്ലാഹു പിഴപ്പിക്കുന്നില്ല. വമാ യുദില്ലു ബിഹി, ഇതുകൊണ്ട് അല്ലാഹു പിഴപ്പിക്കുന്നില്ല. ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളെ ഒഴികെ, തെമ്മാടികളെ ഒഴികെ. അതായത് അൽ ഖാരിജീന അൻ തഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നും പുറത്തുപോയ തെമ്മാടികളായ ഫിസ്ക് ഉള്ള ആളുകളെ അല്ലാതെ അള്ളാഹു പിഴപ്പിക്കുകയില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒരാളൊന്ന് അത് പറയും. നമ്മളിപ്പോൾ പഠിച്ച ഭാഗം ആശയം ഒന്ന് പറയും. ഞാനത് സൂറത്ത് എടുക്കട്ടെ. കാണുന്നില്ലേ? ഒന്ന് പറയും അക്ബർക്ക, ഒന്ന് പറഞ്ഞു നോക്കി ഈ ആയത്ത് ഓതിയിട്ട് ഇതിന്റെ അർത്ഥം. പറഞ്ഞോളെ, അർത്ഥം ഒരാശയം പറയും. എന്തിനാണ് എന്ന് ആര്? ജൂതന്മാർ അവിശ്വാസികൾ. ഒരു മിനിറ്റ്. ഈ അവിശ്വാസികളായ ആളുകളുണ്ടല്ലോ, അവർക്ക് വലിയ അറിവൊന്നുമില്ല. നമ്മളിപ്പോ ഇവർക്കാണ് ഈ കുരുട്ടും പോരും ശത്രുതയും ഒക്കെ കൂടുതലുള്ള ജൂതന്മാരാണ്. ജൂതന്മാരെ ഈ മക്കയിലുള്ള ആളുകളൊക്കെ വിചാരിച്ചിരുന്നത് നല്ല അറിവുള്ളവരാണ് എന്നായിരുന്നു. അവർക്ക് നല്ല ബഹുമാനം കൊടുത്തിരുന്നു, കിതാബിൻ്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇസ്ലാം വന്നപ്പോൾ അവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ആശയങ്ങളിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുക. കാഫിറുകളാണ് ജൂതന്മാർ. പക്ഷെ നമ്മളിപ്പോൾ ഇവർ ജൂതന്മാരാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. കാഫിറുകളെ കൊണ്ട് വലിയൊരു അപകടമാണെങ്കിൽ കൂടി പ്രത്യക്ഷത്തിൽ അവരുടെ അപകടം നമുക്ക് തിരിയും.
എന്നാൽ ജൂതന്മാരങ്ങനെയല്ല, ഒന്ന് നമ്മളെ ആളുകളാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ പരോക്ഷമായിട്ടും ആക്രമിക്കും. അതൊന്ന് ഇവിടെ ഒന്നുകൂടി പറയാം. ജൂതന്മാർ ചോദിക്കുക, എന്താണ് ഈ നിസ്സാരമായ കാര്യങ്ങൾ ഖുർആനിൽ ഉദാഹരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. അവർ പഴപ്പിക്കും, അള്ളാഹു പഴപ്പിക്കും അല്ലേ? ഒരാൾ കൂടി പറയും, ഒരാൾ കൂടി മൈക്ക് ഓണാക്കാൻ പറ്റുന്ന ആരാളുള്ളത്? അക്ബർക്ക പറഞ്ഞു. ജൂതന്മാരെ നസാറാക്കളും ഉണ്ട്, പക്ഷെ നസാറാക്കളെ കൊണ്ട് വലിയൊരു എന്തില്ല, ഷെറില്ല. ഉണ്ട്, ഇല്ല എന്നല്ല, അഹ്ലി കിതാബുകാരുടെ മൊത്തത്തിൽ. കാരണം ജൂതന്മാര് അവർ രണ്ടാളെ നിഷേധിക്കുകയാണ്. ആരെ? രണ്ട് പ്രവാചകരെ. ഈസാ നബിനെ നിഷേധിക്കുന്നുണ്ട്, മുഹമ്മദ് നബിനെ നിഷേധിക്കുന്നുണ്ട്. നസാറാക്കൾ എന്ത് ചെയ്യുന്നില്ല? മൂസാ നബിനെ നിഷേധിക്കുന്നില്ല. അവര് നമ്മുടെ നബിനെ ചിലർ അംഗീകരിച്ചു, കുറെ ജൂതന്മാര്, കുറെ നസാറാക്കള് നബിതങ്ങൾ വന്നാൽ കച്ചവടത്തിന് പോയ സമയത്ത് ഒരു മരത്തിന്റെ ചോട്ടിൽ വിശ്രമിക്കുമ്പോൾ ഒരാൾ പറഞ്ഞല്ലോ, ആ മരത്തിന്റെ ചോട്ടിൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു, വിശ്രമിക്കുന്ന നബിയാണ്, അന്ന് ഞാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ ശക്തി കൊടുക്കുമായിരുന്നു നബിയായിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വലിയൊരു എന്തില്ല, ദേഷ്യം വന്ന് ഇല്ല. കാരണം അവർ ജൂതന്മാരെ, പക്ഷേ ഈ ജൂതന്മാരെന്താ ചെയ്യുക, എപ്പോഴാ ചെയ്യുക, എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ നസാറാക്കള് അല്ല, ഇപ്പം ഇവിടെ ജൂതന്മാരാണ് ചോദിച്ചത്. അത് സബബ് നുസൂൽ അങ്ങനെയാണ്. ഇപ്പം ആര് ചോദിച്ചാലും തീരുമാനം തന്നെയാണ്. ഈ ഖുർആനെ കുറിച്ച് ഇന്നിപ്പോൾ ആധുനിക കാലത്ത് കണ്ടില്ല നിങ്ങൾ, കുറേ ആളുകൾ കുറേ ആരോപണങ്ങൾ കൊണ്ട് വരും. അവരോടൊക്കെ പറയാനുള്ള വിഷയം എന്നതാണ് ഈ ആയത്താണ്. അവർക്കൊക്കെ മറുപടി കൊടുക്കാനുള്ളത് ഈ ആയത്താണ്. പറയും ഷഫീഖ, പറയും. ചെറിയ ടീച്ചറെ പോലുള്ള ഉദാഹരണം പറയുമ്പോൾ ഇത് അതുവഴി വഴിപഴക്കാണ്. വിശ്വാസികളോട് ഈമാനുള്ള ആളുകൾക്ക് അവരുടെ ഈമാന് വർദ്ധിക്കാൻ ഇത്തരം കാര്യങ്ങൾ കഴിയും, ഇത്തരം വിഷയങ്ങൾ. കാഫിറുകൾ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇന്ന് കാലത്തും നമ്മളിപ്പോൾ പ്രസന്റ് ഉള്ള സമയത്ത് പറയാം, ഇന്നും ഇതേ രൂപത്തിൽ ചോദ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇതാണ്. എന്താണ്? യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഇത്തരം ഉപമകളെ കൊണ്ട് അള്ളാഹു ധാരാളം പേർക്ക് ഹിദായത്ത് നൽകുന്നുണ്ട്, ധാരാളം പേരെ പിഴപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഫാസിഖീങ്ങളെ ഒഴികെ ഒരാളെയും അള്ളാഹു പിഴപ്പിക്കുകയില്ല. പിഴപ്പിക്കുന്നത് ഫാസിഖീങ്ങളെ മാത്രമാണ്. നമുക്ക് അത്രേ ഇപ്പോൾ അവരോട് പറയാനുള്ളൂ. ഓക്കെ, അടുത്തത് പറയാം അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? അഷ്റഫ് ഖാൻ ക്ലിയർ അല്ലേ? യെസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹ്
മിൻ ബഅദി മീസാഖിഹി ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അതിന് ആശയം ഞാൻ ആദ്യം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചില കാര്യങ്ങൾ ശക്തമായി പാലിക്കണം എന്ന് അവർക്ക് ഉടമ്പടി ചെയ്തിരുന്നു. നല്ല ഉടമ്പടി ചെയ്തിരുന്നു, വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ അവരുടെ കിതാബുകളിൽ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന സമയത്ത് വിശ്വസിക്കണം, അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനത്തിനെ പൊളിച്ചു കളയുന്നവർ, അതായത് അതിന് വിപരീതം ചെയ്യുന്നവർ, വിപരീതം ചെയ്യുന്നുവെന്ന് മാത്രമല്ല വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, കൂട്ടിച്ചേർക്കണം, ചേർത്ത് പിടിക്കണം എന്ന് അള്ളാഹു പറഞ്ഞ, അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യങ്ങളെ അവർ മുറിച്ചു കളയുന്നു. ഭൂമിയിൽ അവർ ഫിത്നയുണ്ടാക്കുന്നു, ഫസാദ് ഉണ്ടാക്കുന്നു, അപകടമുണ്ടാക്കുന്നു, നാശം വിതക്കുന്നു. അങ്ങനെയുള്ളവർ അവർ തന്നെയാണ് നഷ്ടം ബാധിച്ചവർ. അവർ തന്നെയാണ് നഷ്ടം ബാധിച്ചവർ. ഒന്നുകൂടി പറയാം. അള്ളാഹു ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് ശക്തമായ ഉടമ്പടി ചെയ്ത് പറഞ്ഞയച്ച, അവരുടെ കിതാബുകളിലൊക്കെ പറഞ്ഞ് അയച്ച വിഷയത്തിനെ എതിര് പ്രവർത്തിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളെ മുറിച്ചു കളയുകയും ഭൂമിയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി നടക്കുകയും ചെയ്യുന്നവർ അവർ തന്നെയാണ് നഷ്ടം ബാധിച്ചവർ. നോക്കാം. അല്ലദീന ഒരു വിഭാഗം ആളുകൾ, യൻഖുലൂന അവർ എതിരു കാണിക്കുന്നു, അഹ്ദല്ലാഹി അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിനോട്, അള്ളാഹു നൽകിയ, അള്ളാഹു വെച്ച ഉടമ്പടിയോട് അവർ എതിര് കാണിക്കുന്നു. മാ അഹിദഹു ഇലൈഹിം അവരോട് അള്ളാഹു ഉടമ്പടി ചെയ്തതിനെ അവർ എതിര് കാണിക്കുന്നു, പൊളിച്ചു കളയുന്നു. എവിടെയാണ് ഉടമ്പടി ചെയ്തത്? ഫിൽ കുത്തുബി കിതാബുകളിൽ, അവർക്കുള്ള കിതാബുകളിൽ അവരോട് അള്ളാഹു ഉടമ്പടി ചെയ്തതിനെ അവർ പൊളിച്ചു കളയുന്നു. ആ വിഷയം എന്താണ്? ഉടമ്പടി ചെയ്തത് എന്താണ്? മിനൽ ഈമാനി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വസിക്കണമെന്ന കാര്യത്താൽ, നബി തങ്ങളോട് വിശ്വസിക്കണം, നബി തങ്ങളെ അംഗീകരിക്കണം എന്ന് അവരോട് പറഞ്ഞതിനെ അവർ പൊളിച്ചു കളയുന്നു. എപ്പോഴാണ് അവർ പൊളിച്ചു കളയുന്നത്? മിൻ ബഅദി മീസാഖിഹി അവർക്ക് ഉറപ്പിച്ചതിന് ശേഷം, തൗക്കീദിഹി അലൈഹിം അവരുടെ മേൽ ഉറപ്പായിട്ടും അത് ചെയ്യണം, അംഗീകരിക്കണം എന്നവരോട് പറഞ്ഞതിന് ശേഷവും അവർ എന്ത് ചെയ്യുന്നു? അതിന് എതിര് കാണിക്കുന്നു. ശക്തിയോടുകൂടെ, വളരെ ശക്തിയോടുകൂടെ അവരോട് പറഞ്ഞു ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം എന്നതിനും ശേഷം, എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു? അത് പൊളിച്ചു കളയുന്നു. അപ്പോൾ അവർക്ക് അള്ളാഹിനോട് എത്ര ആത്മാർത്ഥത ഉണ്ട്. അള്ളാഹു തആല വളരെ ഗൗരവത്തിൽ, നമ്മൾ പറയില്ലേ, നമ്മുടെ കുട്ടികളോടൊക്കെ പറയും, ഞാൻ നിന്നോട് അത്രയും പറഞ്ഞതല്ലേ, അത്രയും കാര്യങ്ങൾ അത്രയും ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്താ ചെയ്യാത്ത നമ്മൾ ചോദിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത്ര സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ അതിന് എതിര് കാണിച്ചല്ലോ. അങ്ങനെയുള്ളവർ
വയഖ്തഊന അവർ മുറിച്ചു കളയുന്നു മാ അമറല്ലാഹു ബിഹി അല്ലാഹു കൽപ്പിച്ച ഒന്നിനെ. അല്ലാഹു കൽപ്പിച്ച ഒന്ന് എന്തിന്? അയ്യൂസല കൂട്ടിച്ചേർക്കപ്പെടാൻ, കൂട്ടിയിണക്കപ്പെടാൻ. അതെന്തിനാൽ? അതെന്താണ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറഞ്ഞത്? മിനൽ ഈമാനി ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഈമാനിനാൽ. അതുപോലെ വർറഹിമി കുടുംബബന്ധം ചേർക്കലിനാൽ. വഗൈരി ദാലിക അതല്ലാത്തതിനാലും കുടുംബബന്ധം ചേർക്കണം. അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചേർന്ന് നിൽക്കണം, ഒത്തൊരുമിച്ച് നിൽക്കണം എന്ന് അവരോട് പറഞ്ഞ കാര്യത്തെ അവർ മുറിച്ചു കളയുന്നു. തീർന്നോ? ഇല്ല. വയുഫ്സിദൂന അവർ നാശം ഉണ്ടാക്കുന്നു. ഫിൽ അർളി ഭൂമിയിൽ. എങ്ങനെയാണ് ഭൂമിയിൽ നാശം ഉണ്ടാക്കുന്നത്? ബിൽ മആസി ദോഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്. വത്തഅ്വീഖി അനിൽ ഈമാൻ ഈമാനിനെ തൊട്ട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട്. ഈമാനുള്ളവർക്ക് പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നതിനെ തൊട്ട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട്, തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ദോഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഭൂമിയിൽ അവർ നാശം വിതക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ഉലായിക അവർ അൽ മൗസൂഫൂന ബിമാ ദുകിറ പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് വിശേഷണം നൽകപ്പെട്ടവർ. ഇവർ ഹും അവർ തന്നെയാണ് അൽ ഖാസിറൂന വലിയ നഷ്ടം ബാധിച്ചവർ. അവർ തന്നെയാണ് വലിയ നഷ്ടം ബാധിച്ചവർ. എന്താ നഷ്ടം ബാധിക്കാൻ കാരണം? ലിമസീരിഹിം അവർ മടങ്ങിയതിനു വേണ്ടി, ഇലന്നാരി നരകത്തിലേക്ക്, അൽ മുഅബ്ബദത്തി അലൈഹിം അവരുടെ മേൽ ശാശ്വതമാക്കപ്പെടുന്ന, അവർക്ക് എന്നെന്നും താമസിക്കാൻ പറ്റുന്ന, എന്നെന്നും ശാശ്വതമാക്കപ്പെടുന്ന നരകത്തിലേക്ക് അവർ മടങ്ങിയതിനു വേണ്ടി വലിയ നഷ്ടം. അവര് വലിയ നഷ്ടം എന്ന് പറയാൻ കാരണം, ദുനിയാവിൽ ഒരു 60 വയസ്സ് വരെ അവർ ജീവിച്ചു എന്ന് വെക്കുക. എന്നാൽ നരകത്തിൽ 60 കൊല്ലാണോ 600 കൊല്ലാണോ 6000 കൊല്ലാണോ? അല്ല, ശാശ്വതമായ നരകം. അപ്പൊ ഏറ്റവും വലിയ നഷ്ടമാണ്. ആ നഷ്ടത്തെ നമുക്ക് അളക്കാൻ കഴിയും? എന്നാൽ അളക്കാൻ കഴിയില്ല. ശാശ്വതമായ നരകം. അത് നമ്മൾ ആലോചിച്ച് നോക്കി. 60 കൊല്ലം നമ്മുടെ ദുനിയാവിൽ ജീവിച്ചത് 60 അല്ലെങ്കിൽ 70 കൊല്ലമാണ് ഇത്തരം അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ ജീവിച്ച ഈ ജൂതന്മാർ, നസാറാക്കളൊക്കെ ഉണ്ട് എന്ന് വെക്കുക. അവർക്ക് ശിക്ഷ കിട്ടുന്നത് 60 കൊല്ലം ചെയ്തതിൻ്റെ ശിക്ഷയാണോ? 600 കൊല്ലം കൊണ്ട് തീരുമോ? 6000 കൊല്ലം കൊണ്ട് തീരുമോ? ഇല്ല. ശാശ്വതമാക്കപ്പെടും നരകത്തിൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അതാരും മാറിപ്പോയ. എന്നാ ഇതൊന്ന് പറയാം ആരെങ്കിലും. അഷ്റഫ് ഖബറ ഇപ്പം നമ്മൾ ഓതിയ ആയത്താണ്. ഇതിൻ്റെ ഒരു വിശദീകരണം പറയാം. നേരത്തെ രണ്ടുപേര് പറഞ്ഞു. ആ രണ്ടുപേരല്ലാത്ത വേറെ രണ്ടാൾ പറയും. ചോദിക്കുമ്പോൾ ലെഫ്റ്റ് ആകുന്നുണ്ടോ? ഇല്ല. ആരാ പറയാ? മുനീസ് പറഞ്ഞ. മുനീസ് പറഞ്ഞ. بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. തീർച്ചയായും അവരാണ് യെസ്. പിന്നെ
വലിയ നഷ്ടം ബാധിച്ചവരാണ്. വലിയ നഷ്ടം. വെരി ഗുഡ്, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ അല്ലേ അക്ബർക്ക? ഉനീസ് പറഞ്ഞത് ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആയത്ത് ഓതുന്ന സമയത്ത് നമുക്ക് ഈ അർത്ഥം നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ചെയ്ത കരാറ് ലംഘിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ചേർക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മുറിച്ചു കളഞ്ഞാൽ, ദുനിയാവിൽ സമാധാനപൂർവം ജീവിക്കാൻ നമ്മോട് കൽപ്പിച്ചത് നാശമുണ്ടാക്കി നമ്മൾ ജീവിച്ചാൽ അള്ളാഹു നമുക്ക് പരാജയം നൽകുന്നതാണ്, നമുക്ക് നഷ്ടം ബാധിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നോക്കാം അടുത്തത്. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ നിഷേധിക്കാൻ സാധിക്കുന്നത്? അവരോട് ചോദിക്കുകയാണ്. അള്ളാഹ് ചോദിക്കുക, മക്ക നിവാസികളെ, അള്ളാഹുവിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് കാഫിറാവാൻ പറ്റുന്നത്? അള്ളാഹിനെ കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് കാഫിറാകുന്നത്? നിങ്ങൾ ജീവനില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നില്ലേ? നിങ്ങൾക്ക് പിന്നെ ജീവൻ നൽകിയില്ലേ? വീണ്ടും നിങ്ങളെ മരിപ്പിച്ചില്ലേ? പിന്നെയും നിങ്ങളെ പുനർജീവിപ്പിക്കുകയും ചെയ്തില്ലേ? പിന്നെ അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ഇതൊക്കെ ഉണ്ടായിരിക്കെ അള്ളാഹുവിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ സാധിക്കുക? കൈഫ തക്ഫുറൂന, നിങ്ങൾ എങ്ങനെ നിഷേധിക്കും? യാ അഹ്ല മക്കത്ത, മക്കക്കാരേ, ബില്ലാഹി, അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും? വഖദ് കുൻതും, എത്തരത്തിൽ നിങ്ങളായിരുന്നു, അംവാതൻ നുതഫൻ ഫിൽ അസ്ലാബി, മുതുകുകളിൽ, പിതാവിൻ്റെ മുതുകുകളിൽ ഉള്ള ഓരോ തുള്ളി ശുക്ലമായിരുന്നു. ഫഅഹ്യാക്കും, പിന്നെ നിങ്ങൾക്ക് ജീവൻ നൽകി. എങ്ങനെ? ഫിൽ അർഹാമി, ഗർഭപാത്രത്തിൽ. വദ്ദുന്യ, ദുനിയാവിൽ, അവിടെ എന്താ? ഫിൽ അർഹാമി, ഒരു മിനിറ്റ്, അവിടെ ഒരു ചെറിയൊരു കിതാബ് നോക്കട്ടെ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് സംശയം. വദ്ദുന്യ എന്നാട്ടത്, വദ്ദുന്യ എന്നാണേ. അപ്പോൾ ശരിയാവും. ഈ ഇവിടെ ഒരു യാ കൊടുക്കണം. വദ്ദുൻ യാ, ഇത് കളഞ്ഞ വദ്ദുന്യ, ദുനിയാവിലും, ഗർഭപാത്രത്തിലും, പിന്നെ ദുനിയാവിലും. എങ്ങനെയാണ്? നിങ്ങൾ ജീവനില്ലാത്ത ഒരു ശുക്ലമായിരുന്നു പിതാവിൻ്റെ മുതുകുകളിൽ. എന്നിട്ട് ഫഅഹ്യാക്കും, നിങ്ങൾക്ക് അവൻ ജീവൻ നൽകുകയും ചെയ്തു. ഫിൽ അർഹാമി,
ഗർഭപാത്രങ്ങളിലും, മാതാവിൻ്റെ ഗർഭപാത്രത്തിലും, ദുനിയാവിലും എങ്ങനെ ബിനഫ്ഖിർ റൂഹി ഫീക്കും, നിങ്ങളിൽ റൂഹിനെ അവൻ സന്നിവേശിപ്പിക്കൽ കൊണ്ട്, നിങ്ങൾക്ക് റൂഹ് ഊതി നൽകൽ കൊണ്ട്, സുമ്മ യുമീതുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു, ഇൻതൻതിഹായി ആജാലിക്കും, നിങ്ങളുടെ അവധികളെത്തുന്ന സമയത്ത്, നിങ്ങളുടെ അവധികൾ അവസാനിക്കുന്ന സമയത്ത് നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു. സുമ്മ യുഹ്യീക്കും, പിന്നെ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ബിൽ ബഅസി, പുനർജീവിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ നൽകുന്നു. സുമ്മ ഇലൈഹി, പിന്നെ അവനിലേക്ക് തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നു. തുറദ്ദൂന ബഅദൽ ബഅസി, പുനർജീവിപ്പിച്ചതിന് ശേഷം നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യുന്നു. ഫയുജാസിക്കും, അവൻ നിങ്ങൾക്ക് പകരം നൽകുന്നു. ബി അഅമാലിക്കും, നിങ്ങളുടെ അമലുകൾ അനുസരിച്ച് അവൻ പകരം നൽകുകയും ചെയ്യുന്നു. നിങ്ങളെ ഇതനുസരിച്ച് പകരം നൽകുകയും ചെയ്യും. അങ്ങനെയുള്ള അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും? അങ്ങനെയുള്ള അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും? ഓക്കെ ആണോ? കൈഫ തക്ഫുറൂന ബില്ലാഹ് വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെയാണ് കാഫിറാകുന്നത്, നിഷേധിക്കുന്നത്? നിങ്ങൾ ജീവനില്ലാത്ത അവസ്ഥയിലായിരുന്നു, പിന്നെ നിങ്ങൾക്ക് അവൻ ജീവൻ നൽകി. നിങ്ങളുടെ അവധി എത്തിയപ്പോൾ അവൻ മരിപ്പിക്കുകയും ചെയ്തു, പിന്നെ പുനർജീവിപ്പിച്ചു, പിന്നെ അവനിലേക്ക് തന്നെ മടക്കുകയും ചെയ്തു. അവിടെ ചെന്ന് നിങ്ങളുടെ അമലുകളൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മളിന്ന് 3 ആയത്തുകളാണ് പഠിച്ചത്. ഇത് അടുത്ത ആയത്തിൻ്റെ ഭാഗമാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇത് അടുത്ത ആയത്തിലേക്കുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം പറയാം. 3 ആയത്തുകൾ. ഒന്ന്, അള്ളാഹുവിന്